കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ ആദരണീയരായ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, മഹാദൈവത്തിൻ്റെ കരുണയാൽ ആ ദൈവം തന്നെ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഭാരരഹിതരായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഓരോ ദിവസവും സഹായിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി കരയറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവവചനം കേൾപ്പാൻ ആർത്തിയോടെ ആവേശഭരിതരായി ദൈവവചനത്തിനായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും എന്നും എന്നും നമ്മളോട് പറ്റിച്ചേർന്ന് നിന്ന് ആ തണലിൽ നമ്മളെ വളർത്തുന്ന നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷിതാവാം ദൈവത്തെ, സ്വർഗീയ പിതാവിനെ, വഴികാട്ടിയായ പരിശുദ്ധാത്മാവിനെ മനസ്സ് തുറന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആലോചനയ്ക്ക് ആധാരമായ വാക്യം യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം യെശയ്യാവിൻ്റെ ജീവിതം മാറ്റിയ അധ്യായമാണ്, ശുശ്രൂഷ മാറ്റിയ അധ്യായമാണ്. ഉസിയാവ് മരിച്ചയാണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. യെശയ്യാവിൻ്റെ ആരൊക്കെയോ അടുത്തയാളായിരുന്നു ഉസിയാവ്, ഒത്തിരി പിന്തുണയായിരുന്നു, ഒരു ബാക്ക് ബോൺ പോലെ പ്രവർത്തിച്ചയാളായിരുന്നു എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസിയാവ്, ആ വലിയ സപ്പോർട്ട്, ആ വലിയ പിന്തുണ, ആ വലിയ ബലം, ആ വലിയ അസ്ഥി അതൊടിഞ്ഞപ്പോൾ, അത് തകർന്നപ്പോൾ, അത് മരിച്ചപ്പോൾ ദൈവമായ കർത്താവ് യെശയ്യാവിനെ ഒതുക്കുകയല്ലായിരുന്നു, യെശയ്യാവിനെ ഉയർത്തുകയായിരുന്നു. ചില നഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ, ചിലർ നമ്മളിൽ നിന്ന് അകലുമ്പോൾ, ചിലർ ഇല്ലാതാകുമ്പോൾ, ചിലർ ഇനി നമ്മുടെ കൂടെ ഇല്ല എന്നറിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നടുങ്ങും. ഓർത്തു നോക്കി, നിങ്ങളാരെങ്കിലും ആ നാളുകളിൽ കടന്നുപോയ ദിവസങ്ങൾ ഇന്നോർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉസിയാവിനെ പോലെ നമുക്കെല്ലാം എല്ലാമായിരുന്ന യെശയ്യാവിന് ഉസിയാവ് അങ്ങനെ ആയിരുന്നു എന്ന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രഭാഷകരുടെ വളരെ നിറവാർന്ന പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിവിടെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അങ്ങനെ എല്ലാമായിരുന്ന, നമ്മുടെ ബാക്ക് ബോണായിരുന്ന, നമുക്ക് ബലമായിരുന്ന, നമുക്ക് ഓടിച്ചെല്ലാൻ, നെഞ്ചത്ത് ചാരാൻ, ഭാരങ്ങൾ പറയാൻ, കൈത്താങ്ങലാകാൻ എല്ലാമായിരുന്നയാൾ പെട്ടെന്നില്ലാതെയായി എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നടുക്കം, നമുക്കുണ്ടാകുന്ന ഭാരം, നമുക്കുണ്ടാകുന്ന തളർച്ച, നമ്മൾ വീണുപോകും. ആ സമയത്ത് ആ ദിവസങ്ങളൊന്നും ഓർക്കാൻ പറ്റുമോ? എങ്കിലും മഹാദൈവം ജീവിക്കുന്നത് കൊണ്ട് പലരും കൈവിട്ടാലും, പലരും അകന്നുപോയാലും, ഇനി പലരും നമ്മുടെ കൂടെ ഇല്ല എന്നറിഞ്ഞാലും സർവശക്തനായ ദൈവം യെശയ്യാവിനെ തളർത്താതെ ജീവിതത്തിൻ്റെ മറ്റൊരു മാനത്തിലേക്ക്, മറ്റൊരു ഉയർച്ചയിലേക്ക്, മറ്റൊരു മണ്ഡലത്തിലേക്ക്, മറ്റൊരു കാലഘട്ടത്തിലേക്ക് ദൈവമായ കർത്താവ് യെശയ്യാവിനെ ഉപയോഗിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് പൂർണ്ണമായി യെശയ്യാവിനെ കിട്ടുന്നത് ആരൊക്കെയോ തന്നിൽ നിന്ന് ഇല്ലാതായി പോയപ്പോഴാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്. അങ്ങനെ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം വളരെ ശക്തമായ ആത്മീക ചടുലതകളോടെ യെശയ്യാവിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് നയിക്കുമ്പോൾ പ്രവാചക ഭാഷയിൽ ദീർഘകാല വീക്ഷണങ്ങൾ, അഥവാ നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചന ധ്വനി പോലും നമ്മൾ വായിച്ച 8-ാമത്തെ വാക്യത്തിനകത്തുണ്ടെങ്കിലും അതിനകത്തെ ഒരു വാക്ക്, ഒരു വാചകം, അത് ഇന്ന് ഞാൻ വളരെ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ പറയാൻ ദൈവം എന്നോട് പറഞ്ഞു. ആ വാചകമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ വാക്കിങ്ങനെയാണ്: അടിയനിതാ, അടിയനെ അയക്കണമേ. അടിയനിതാ, അടിയനെ അയക്കണമേ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നമ്മുടെ കയ്യിൽ വണ്ടിക്കൂലിക്ക് കാശുമുണ്ട്, കാർ പോർച്ചിൽ വണ്ടിയും കിടക്കുന്നുണ്ട്, മിടുക്കനായ ഡ്രൈവറും ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങ് പോയേക്കാം എന്നും വെച്ചോണ്ട് ഡീസലടിച്ച് പോകുന്നതിനേക്കാൾ, ഞാനൊരു സാങ്കേതിക പശ്ചാത്തലം പറയുക കേട്ടോ, അങ്ങനെ പോകുന്നതും ദൈവം അയക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ വേദപുസ്തകത്തിൻ്റെ ഭാഷ ഞാൻ
ഏറ്റവും ശ്രദ്ധിക്കും. ചില വാക്കുകളിലൂടെ ഭയങ്കരമായിരിക്കുന്ന ആത്മീയ ആഴങ്ങൾ തരുന്നതാണ് വേദപുസ്തകം. ചില വാക്കുകൾ ഞാൻ പറയട്ടെ, എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നത്. ഒഴുകുക, ഒഴുക്ക് എന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. ഉയരുക, വളരുക, ജീവിക്കുക, ശക്തിപ്പെടുക, പോകുക, എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ബൈബിളിൽ കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പറയാം, കേട്ടോ. ഒഴുകുക, ഉയരുക, വളരുക, ജീവിക്കുക, ശക്തിപ്പെടുക, പോകുക, എഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ ആഹ്വാനമാണിത്. ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. ദൈവം ഒരിക്കലും നമ്മളെ തളർത്താൻ, ഒതുക്കാൻ. ഈ പദങ്ങളുടെ ഓപ്പോസിറ്റ് പദം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒഴുകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കെട്ടിക്കിടക്കുക. ഒരു ഒഴുക്കുമില്ല, ഒരു മൂവ്മെൻറ്റും ഇല്ല, ഒന്നുമില്ല, തടാകം പോലെ ചുമ്മാ കെട്ടിക്കിടക്കുക. ഉയരുക എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് താഴുക, താഴേക്ക് പോവുക. വളരുക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് തളരുക. ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് മരിക്കുക. ശക്തിപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ബലഹീനമാകുക. പോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിൽക്കുക. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുക. ദൈവം ഒരിക്കലും അവിടെ കിടന്നോ, എങ്ങും പോകണ്ട, അവിടെ തന്നെ നിന്നോ. ചില അമ്മമാർ, ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് കാര്യം പഠിച്ചതുകൊണ്ട് പറയാം. ചില ആളുകളോട് അമ്മമാർ പറയും, എങ്ങും പോകണ്ടടാ, 9 മണിയായി, നീ പുതച്ചവിടെ കിടന്നോ, എഴുന്നേക്കണ്ട, പോകണ്ട എന്ന് അമ്മമാർ പറയും. അതിനർത്ഥം എന്താ? എടാ, നീ കട്ടിലിൽ ഒതുങ്ങേണ്ടവനല്ല, നീ ഈ മുറിക്കകത്ത് ഒതുങ്ങേണ്ടവനല്ല. യാക്കോബിനോട് അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും പറഞ്ഞില്ലേ, മോനെ ഈ കൂടാരം വിട്ട് ഓടിക്കോ, അമ്മാച്ചൻ്റെ വീട്ടിലേക്ക് പൊക്കോ, പത്തനാരാമിലേക്ക് പൊക്കോ, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല. അമ്മയെക്കൊണ്ട് പറയിപ്പിച്ചു. ആ കട്ടിലിൽ ഒതുങ്ങേണ്ടവനല്ല, ആ മുറിക്കകത്ത് ഒതുങ്ങേണ്ടവനല്ല, നിൻ്റെ 10 സെൻറ്റ് ഭൂമിക്കകത്തോ നിൻ്റെ പഞ്ചായത്തിലോ ഒതുങ്ങേണ്ടവനല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വാക്യത്തെ ആ വിധത്തിൽ ചിന്തിക്കാൻ പറയുക. കുറേ നാളായി തടാകത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ എങ്ങോട്ടും പോകാൻ, ഒരു കുളത്തിൽ, പറമ്പിനകത്തൊക്കെ പണ്ട് കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് എങ്ങോട്ടും ഒരു ഡ്രെയിൻ ചെയ്യാൻ, ഒഴുകാൻ സ്ഥലമില്ല. ഒരു കുഴിക്കകത്ത് കെട്ടിക്കിടക്കുന്നു, എങ്ങോട്ടും ഒഴുകാൻ സ്ഥലമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനല്ല. നദി പോലെ ഒഴുകുക എന്നുള്ളതാണ്, കെട്ടിക്കിടക്കുക എന്നുള്ളതല്ല, ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല, തളർന്ന് നിൽക്കുക എന്നുള്ളതല്ല. വളരുക, മൂവ് ചെയ്യുക, അതായിരിക്കാം നല്ല പദം. മൂവ് ചെയ്യുക, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ. ആ പദത്തിലേക്ക് എത്തി നമ്മൾ. ഒരു ചലനവും ഇല്ലാതെ, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ, ഒരു വിധത്തിലും മുന്നേറ്റമില്ലാതെ, യാതൊരു വളർച്ചയുമില്ലാതെ, യാതൊരു മാറ്റവുമില്ലാതെ ഒതുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ യെശയ്യാപ്രവചനം 6-ാം അധ്യായം നിങ്ങൾ വായിക്കണം. കുറേ വാക്യങ്ങളെങ്കിലും വായിക്കണം, മനസ്സിരുത്തി വായിക്കണം, ഒന്നിലധികം പ്രാവശ്യം വായിക്കണം. ചിലത് നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ, ചിലർ നമുക്ക് നഷ്ടമായപ്പോൾ, ചിലർ നമ്മളിൽ നിന്ന് അകന്നപ്പോൾ, ചിലർ നമ്മളെ ഇട്ടിട്ട് പോയപ്പോൾ, ചിലർ ഇനി നമ്മുടെ കൂടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ, നമ്മളൊരു കുളത്തിലെ തവളയെപ്പോലെ ഇതിനകത്ത് ജീവിതം ഹോമിക്കപ്പെടും, ഇവിടെ പെട്ടുപോകും എന്ന് വിചാരിച്ചു. പക്ഷെ പലരെയും ദൈവം നിർത്തിയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായി തീരുമെന്ന് വിചാരിച്ചു, അവരെയൊക്കെ ദൈവം അയച്ചില്ലേ. ഇപ്പം മക്കളൊക്കെ എവിടെ, ഒന്ന് പറഞ്ഞേ, എവിടാ? ഇനി ആര് കൂടെ പോകും, എങ്ങനെയാകും എന്ന് വിചാരിച്ച സ്ഥാനത്ത് നിങ്ങളെ ദൈവം അയച്ചില്ലേ? ഞാനൊരു പ്രാർത്ഥന വാചകമായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതേ പ്രാർത്ഥന ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ ഒരു 10-15 പ്രാവശ്യം, ഒരു ചടങ്ങിനല്ല, മനോനൊമ്പരത്തോടെ ഏതെങ്കിലും ഒരു മൂലയിൽ ചാരിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം തരിക. എന്താ? ദൈവമേ, എന്നെ കൂടി അയക്കണേ. എൻ്റെ പ്രായം ഇതാ, എൻ്റെ കുഞ്ഞ് വിവാഹപ്രായം കഴിഞ്ഞ് അവൾ ഈ വീട്ടിനകത്ത് നിൽക്കുക, അവളെ കൂടെ അയക്കണേ. നല്ലൊരു പുരുഷൻ്റെ കൂടെ, നല്ലൊരു നാട്ടിലേക്ക്, നല്ലൊരു വീട്ടിലേക്ക് അയക്കണമേ. വേദപുസ്തകത്തിൽ എത്രയോ പേരോട് ദൈവം പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്നെ അയക്കാം. 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തത് ഒരിക്കൽ പോലും ചുറ്റുവട്ടത്തുനിന്ന് പോകാതെ എൻ്റെ ഇടത്തും വലത്തും നിൽക്കണമെന്ന് പറയാനല്ല. മർക്കോസ് 3:13 ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ ഞാൻ അവരെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പരിപാടി ഇവിടെ കിടക്കാൻ എന്നല്ല, ഇവിടെ ഒതുങ്ങാൻ എന്നല്ല, ഇവിടെ നിൽക്കാൻ എന്നല്ല, ഇവിടെ അവസാനിക്കാൻ എന്നല്ല. പിന്നെയോ ഇവിടെ നിന്ന് പുറപ്പെടണം. നീ പോകേണ്ടിടത്തേക്ക് പോകണം, എത്തേണ്ടിടത്തേക്ക് എത്തണം. നിൻ്റെ കുഞ്ഞുങ്ങൾ ചെല്ലേണ്ടിടത്ത് ചെല്ലണം. നിൻ്റെ സ്ഥാപനം, നിൻ്റെ ജീവിതം, നിൻ്റെ വരുമാനം, നിൻ്റെ വഴി, നിൻ്റെ ആത്മീകം, ശുശ്രൂഷ, എന്തും
നിർജീവമായി കിടക്കുന്ന കുളം പോലെ, തടാകം പോലെ കിടക്കരുത്, ഒഴുക്കാരംഭിക്കണം. എന്തുകൊണ്ടോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഈ വാക്കുകളൊക്കെ എത്രത്തോളം ഭംഗിയാക്കാമോ അത് അരോചകം വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എൻ്റെ ഭാഗം നന്നാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകണം കേട്ടോ. ഞാൻ എന്നെ പൊക്കുവല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം ഒരുത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഒരു വാക്ക് പറഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ ഏറ്റവും മാക്സിമം ഒന്നും പിടിച്ചു വയ്ക്കരുത്, ഉഴപ്പരുത്. അതിൻ്റെ അനുഗ്രഹം എനിക്കുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ തുറന്നു പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒതുങ്ങിപ്പോകരുത്, തളർന്ന് കിടക്കരുത്, കെട്ടപ്പെട്ടവനായി കിടക്കരുത്. ദൈവത്തോടൊരു വാക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പോവാട്ടോ എന്നല്ല പറയേണ്ടത്, എന്നെ അയക്കണം, എന്നെ അയക്കണം. സ്വർഗം അയച്ചിട്ട് നിങ്ങളൊരു രാജ്യത്തെത്തിയാൽ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഓരോ രാജ്യത്തിൻ്റെ അംബാസഡർമാർ വണ്ടി കയറി വരികയല്ല, ആ രാഷ്ട്രം ആയിരിക്കേണ്ട രാജ്യത്തിലേക്ക് ഒരു അംബാസഡറെ അയക്കുകയാണ്. അയക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, താമസം, ആഹാരം, അദ്ദേഹത്തിൻ്റെ അനുദിന കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണം, എല്ലാ കാര്യവും അയച്ച രാജ്യമാണ് ചെയ്യുന്നത്. നീ വണ്ടി കയറിപ്പോയാൽ നീ തന്നെ കണ്ടെത്തേണ്ടി വരും. പാർക്കേണ്ട സ്ഥലം, പോകേണ്ട സ്ഥലം, വണ്ടിക്കൂലിക്ക് കാശ്, ജോലി. പക്ഷെ പ്രാർത്ഥിച്ചേ, അടാപിടി എന്ന് പറയാതെ 2024 6 മാസം വരെ നമുക്ക് സമയം വെച്ച് പ്രാർത്ഥിക്കാം. ഇത് 4 മാസമല്ലേ ഉള്ളൂ. 6 മാസത്തിനകം ദൈവം എന്നെ അയക്കണം, എൻ്റെ പിള്ളേരെ അയക്കണം. ശുശ്രൂഷകന്മാരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചുമ്മാ സമയം കളയാതെ എന്നെ അയക്കപ്പാ. ചില വീടുകളിലേക്ക്, ചില ആളുകളുടെ അടുക്കിലേക്ക് ദൈവം നോക്കിയോളും. ബാക്കി ആ വാചകത്തെ ഞാൻ നിങ്ങൾക്കെടുത്തു തരുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്നെ കൂടെ അയക്കണേ. ദശലക്ഷക്കണക്കിന് ആളുകളെ കുടിലിൽ നിന്നും കൂടാരങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ മുക്കിലേക്കും മൂലയിലേക്കും അയച്ച ദൈവമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് സമർത്ഥനായി നിൽക്കുന്നത്. യോസേപ്പിനെ അയച്ച, യാക്കോബിനെ അയച്ച, ദാനിയേലിനെ അയച്ച, നെഹമ്യാവിനെ അയച്ച, എസ്തറിനെ അയച്ച, രൂത്തിനെ അയച്ച, പത്രോസിനെ അയച്ച, പൗലോസിനെ അയച്ച, അതിശക്തന്മാരായിരിക്കുന്ന ഉന്നതന്മാരെ അയച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നിന്നെ അയക്കില്ലേ? നിൻ്റെ പിള്ളേരെ അയക്കില്ലേ? ഏതെങ്കിലും രാജ്യത്തേക്ക് വിസ എടുത്ത് പോകുന്ന കാര്യം മാത്രമല്ല, ഒരു മൂവ്മെൻ്റ് ഉണ്ടാകണം. ചത്ത് കിടക്കരുത്, ഡെഡാകരുത്. ലൈഫും നിൻ്റെ വഴിയും വരുമാനവും മിനിസ്ട്രിയും മക്കളും കുടുംബവും ഒന്നും ചലനമറ്റ് കിടക്കരുത്. അഴുക്ക് വെള്ളം പോലെ കെട്ടിക്കിടക്കരുത്. ഒഴുകട്ടെ, മൂവ്മെൻ്റ് ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എന്നെ കൂടി അയക്കണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ സസന്തോഷത്തോടെ അയച്ച ദൈവമേ, മോശയെ പിടിച്ചുകൊണ്ട് വന്ന് മിസ്രയീമിലേക്ക് അയച്ച ദൈവമേ, ഏലിയാവിനെ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ദൈവമേ, അസ്ഥികളുടെ താഴ്വരയിലേക്ക് യഗസ്കേലിനെ അയച്ച ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒതുങ്ങിപ്പോകാതെ, കെട്ടിക്കിടക്കാതെ ദൈവമേ, ഒരു മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് വേണം അപ്പ. കുറച്ച് നാളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പറയും സ്റ്റക്കാണ്. അടിയനെ കൂടി ഏൽപ്പിക്കുന്നു. അയക്കണേ അപ്പ. അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയമായി കുഞ്ഞുങ്ങൾക്ക്. അവരൊതുങ്ങിപ്പോകല്ലേ, അരുതാത്തിടത്തെങ്ങും അവർ ചെല്ലല്ലേ, തന്നെത്താൻ എങ്ങും കണ്ടെത്തല്ലേ, ബാഗും തൂക്കി സ്വന്തമായിട്ട് ആരും എങ്ങോട്ടും പോകല്ലേ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ചെല്ലുന്നിടത്ത് ജനം അങ്ങനെ പറഞ്ഞ് സ്വീകരിക്കട്ടെ. ദൈവം അത് ചെയ്യണം. അയക്കുന്ന ദൈവത്തെ ഞാൻ ബൈബിളിൽ കണ്ടു. ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു. അപ്പാ, ഞങ്ങളെ അയക്കണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അയക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.